ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ബിസിനസ് സ്റ്റഡീസിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിസിനസ് എൻവിറോൺമെന്റ്, അതായത് ബിസിനസ് പരിതസ്ഥിതി എന്നതാണ് മൂന്നാമത്തെ ചാപ്റ്റർ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് ബിസിനസ് പരിതസ്ഥിതി അല്ലെങ്കിൽ ബിസിനസ് എൻവിറോൺമെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കൊറോണയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ബിസിനസ് എൻവിറോൺമെന്റിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ചാപ്റ്റർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ചെറിയ ഒരു പാഠഭാഗമാണ് ബിസിനസ് എൻവിറോൺമെന്റ്. വളരെ കുറച്ച് ഭാഗം മാത്രമേ ഇവിടുന്ന് എക്സാമിന് ചോദ്യങ്ങളും ഉണ്ടാവാറുള്ളൂ. എന്നിരുന്നാലും നമുക്ക് എന്താണ് ബിസിനസ് എൻവിറോൺമെന്റ്, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. എന്തായാലും എല്ലാവർക്കും ഒരിക്കലും കൂടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ എന്താണ് പരിതസ്ഥിതി അല്ലെങ്കിൽ എൻവിറോൺമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനം അത് നിലനിൽക്കുന്ന അല്ലെങ്കിൽ അത് വസിക്കുന്ന ആ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അയാളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് അയാളെ സംബന്ധിക്കുന്ന ചുറ്റുപാടുകളെ മൊത്തത്തിൽ നമ്മൾ പറയുന്ന പേരാണ് ശരിക്കും എൻവിറോൺമെന്റ്. According to Keith Davis, business environment is an aggregate of all conditions, events and influence that surround and affect it. അതായത് ഒരു ബിസിനസ്സിന് ചുറ്റുപാടുമുള്ള എന്നാൽ ബിസിനസ്സിനെ ബാധിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും, അതായത് എല്ലാ സംഭവങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ചേർന്നതാണ് ബിസിനസിന്റെ പരിസ്ഥിതി എന്നാണ് ഡേവിഡ് ബിസിനസ് എൻവിറോൺമെന്റിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ബിസിനസ് എൻവിറോൺമെന്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു ബിസിനസ്സിനെ ബാധിക്കുന്ന എന്നാൽ ബിസിനസ്സിനെ ഒരു തരത്തിലും അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതുമായ ചില ഘടകങ്ങളുണ്ട്. അതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ബിസിനസിന്റെ പരിസ്ഥിതി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കസ്റ്റമറുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. കസ്റ്റമറുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ബിസിനസിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. പക്ഷെ ഒരിക്കലും ഈ കസ്റ്റമറുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിന് എന്ത് ചെയ്യാൻ കഴിയില്ല, കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ ഇവിടുത്തെ ഗവൺമെന്റ് എന്ന് പറയുന്നത് ബിസിനസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഗവൺമെന്റിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് എന്തല്ല, ബിസിനസിന് പോസിബിൾ അല്ല. അപ്പൊ ഇത്തരത്തിൽ ബിസിനസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതും എന്നാൽ നേരിട്ടോ അല്ലാതെയോ ബിസിനസിനെ ബാധിക്കുന്നതുമായ ഒരുപാട് എലമെന്റ്സുകൾ ഉണ്ട് ബിസിനസിന് ചുറ്റും. ഇതിനെയാണ് നമ്മൾ ബിസിനസ് എൻവിറോൺമെന്റ് അല്ലെങ്കിൽ ബിസിനസ് പരിതസ്ഥിതി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പരിതസ്ഥിതി അല്ലെങ്കിൽ അതിന്റെ എൻവിറോൺമെന്റിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഈ ബിസിനസ് നിലനിർത്തി കൊണ്ടുപോകുന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായി നമുക്ക് ധാരണകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഭാവിയിൽ നമുക്ക് പ്രശ്നങ്ങൾ വരാനുണ്ടെങ്കിൽ അതിനെ മറികടക്കാനൊക്കെ പരിതസ്ഥിതിയെക്കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ എന്താണ് ബിസിനസ് പരിസ്ഥിതിയുടെ ഇമ്പോർട്ടന്റ് പ്രാധാന്യം എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ബിസിനസ് എൻവിറോൺമെന്റ് ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കിയേക്കാം. ഫസ്റ്റ് വൺ പറയുന്നത്, ഇറ്റ് എനേബിൾ ദ ഫേം ടു ഐഡന്റിഫൈ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഗെറ്റ് ദ ഫസ്റ്റ് മൂവ് അഡ്വാൻറ്റേജ്. അതായത് ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ആ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു അവസരം വരുമ്പോൾ അത് ആദ്യം മുതലെടുക്കുന്നത് ആരാണോ അവരാണ് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ പുതിയ അവസരങ്ങളിൽ നിന്ന് ആദ്യം മുതലെടുക്കാൻ സഹായിക്കുന്നത് ആരെയാണ്, ഈ എൻവിറോൺമെന്റിനെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള ബിസിനസ്സുകളാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ മൊബൈൽ ഇൻഡസ്ട്രി നമ്മൾ നോക്കുകയാണെങ്കിൽ ദിവസേന പുതിയ ടെക്നോളജി വരുന്ന ഒരു മേഖലയാണ് മൊബൈൽ ടെക്നോളജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാറി വരുന്ന ടെക്നോളജികൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ കസ്റ്റമർ ആഗ്രഹിക്കുന്ന പുതിയ ടെക്നോളജികൾ എന്താണ് എന്ന് കൃത്യമായ ബോധ്യമുള്ള ഒരാൾക്കാണ് കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ പുതിയ ടെക്നോളജികൾ കൊടുക്കാൻ കഴിയുന്നതും. അത്തരം ബിസിനസ്സുകളാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ മാറുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് പുതിയ കാര്യങ്ങൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത് ഈ ബിസിനസ് എൻവിറോൺമെന്റിനെ കുറിച്ച് ധാരണ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ബിസിനസ് എൻവിറോൺമെന്റ് ഒന്നാമത്തെ പ്രാധാന്യം പറയുന്നത് തന്നെയാണ് മാറുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ആദ്യം നമുക്ക് മുതലെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ പറയുന്നത്, ഇറ്റ് ഹെൽപ്സ് ദ ഫേം ഐഡന്റിഫൈ ത്രെഡ്സ് ആൻഡ് ഏർലി വാർണിംഗ് സിഗ്നൽസ്. അതായത് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള അപകടങ്ങളെ കുറിച്ച് നമുക്ക് മുൻകൂട്ടി ധാരണകൾ ലഭിക്കുന്നു. ഇപ്പോൾ ഭാവിയിൽ ഫോർ എക്സാമ്പിൾ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരികയാണ്. അതായത് എക്കണോമിക് എൻവിറോൺമെന്റിനെ കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള ഒരാൾക്ക് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ഫിനാൻഷ്യൽ ക്രൈസിസുകളെ കുറിച്ച് ബോധ്യം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് മുൻകൂട്ടി ഫണ്ട് അറേഞ്ച് ചെയ്യാൻ ഇയാൾക്ക് സാധിക്കും. അപ്പോൾ ഭാവിയിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായ ധാരണ ഉണ്ടാക്കി തരാൻ ബിസിനസ് എൻവിറോൺമെന്റ് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത്
ഭാവിയിലെ ഭീഷണികളെ കുറിച്ച് മുൻകൂട്ടി നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. ഓക്കെ ആണല്ലോ. മൂന്നാമത്തെ പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടാപ്പിംഗ് യൂസ്ഫുൾ റിസോഴ്സസ്. അതായത് നമുക്ക് അവൈലബിൾ ആയ റിസോഴ്സിനെ, അവൈലബിൾ ആയ വിഭവങ്ങളെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ എൻവിറോൺമെന്റ് സഹായിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയ എംപ്ലോയീസിനെ അവരുടെ ആവശ്യങ്ങളെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടാവണം. അപ്പോഴാണ് നമുക്ക് അവരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുക. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് അവൈലബിൾ ആയ എല്ലാ റിസോഴ്സുകളെയും വളരെ കൃത്യമായിട്ട് നമുക്ക് മാനേജ് ചെയ്യണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ എൻവിറോൺമെന്റിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യം ഉണ്ടായിരിക്കണം എന്നാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ നമുക്ക് അവൈലബിൾ ആയ റിസോഴ്സുകളെ യൂസ്ഫുൾ ആക്കാൻ, നമുക്കത് ഉപയോഗിക്കാൻ നമ്മളെ സഹായിക്കുന്നത് ആരാണ്? ബിസിനസ് എൻവയോൺമെന്റ് ആണ്. അപ്പോൾ 3 ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞത്. നാലാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ കോപ്പിയിങ് വിത്ത് റാപ്പിഡ് ചേഞ്ചസ്. അതായത് വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നമുക്ക് വളരെ പെട്ടെന്ന് ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് വിപണിയിൽ ഓരോ മാറ്റങ്ങൾ വരുന്ന സമയത്ത്, അതായത് മാർക്കറ്റ് ട്രെൻഡിൽ വരുന്ന മാറ്റങ്ങൾ, കസ്റ്റമറുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൽ വരുന്ന മാറ്റങ്ങൾ, പ്രൊഡക്റ്റിന്റെ ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾ, ഇങ്ങനെ അല്ലെങ്കിൽ കച്ചവടത്തിന്റെ രീതികളിൽ വരുന്ന മാറ്റങ്ങൾ, ഇത്തരത്തിലൊക്കെ പുതിയ പുതിയ ഇന്നോവേഷൻസ് വരുമ്പോൾ അത് ആദ്യം ഐഡന്റിഫൈ ചെയ്യാനും അതിനനുസരിച്ച് നമ്മുടെ ബിസിനസ്സിനെ മാറ്റാനും. ഫോർ എക്സാമ്പിൾ, ഇപ്പോഴത്തെ സാഹചര്യത്തെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു COVID-19 എന്ന് പറയുന്ന ഒരു പാൻഡമിക്കിന്റെ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഏരിയ ആണ്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു സാഹചര്യത്തെ മുൻകൂട്ടി കണ്ട ചില സ്ഥാപനങ്ങളുണ്ട്. അവർ ഓൺലൈൻ രീതിയിൽ ബിസിനസ്സിനെ കൈകാര്യം ചെയ്യാൻ മുന്നേ കൂട്ടി എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർ ഈ ഒരു സാഹചര്യത്തെ വളരെ സിമ്പിളായിട്ട് ഓവർകം ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്, ഭാവിയിൽ വരാൻ പോകുന്ന എല്ലാ പ്രയാസങ്ങളെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് നമുക്ക് ബിഹേവ് ചെയ്യണമെങ്കിൽ, നമുക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ ബിസിനസ് എൻവയോൺമെന്റിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ മാർക്കറ്റിൽ വരുന്ന മാറ്റങ്ങളെ നമുക്ക് ആദ്യം മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്നത് ബിസിനസ് എൻവയോൺമെന്റ് ആണ്. നെക്സ്റ്റ് വൺ, ഇറ്റ് അസിസ്റ്റ് ഇൻ പ്ലാനിങ് ആൻഡ് ഹെൽപ്സ് ഇൻ പോളിസി ഫോർമുലേഷൻ. അതായത് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഭാവിയിലേക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് ആ പ്ലാന് നമ്മൾ ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടാണ് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ. അപ്പൊ അത്തരത്തിൽ നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഭാവിയെ കുറിച്ച് അനലൈസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ബിസിനസ് എൻവയോൺമെന്റ് ആണ്. എന്തൊക്കെ ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടാണ് ഒരു പ്ലാൻ തയ്യാറാക്കുന്നത്. അപ്പൊ അതിന് നമ്മളെ ബിസിനസ് എൻവയോൺമെന്റ് സഹായിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ പോളിസികൾ, അതായത് നയങ്ങൾ രൂപീകരിക്കാനും ആര് സഹായിക്കുന്നു? ബിസിനസ് എൻവയോൺമെന്റ് സഹായിക്കുന്നു. ദ നെക്സ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവിംഗ് പെർഫോമൻസ്. ബിസിനസിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, എൻവിറോൺമെന്റിനെ കുറിച്ച് കൃത്യമായി ധാരണയുള്ള ഒരു മാനേജ്മെന്റ് ആണെങ്കിൽ അവരെടുക്കുന്ന തീരുമാനങ്ങളും അതിനനുസരിച്ച് പെർഫെക്റ്റ് ആയിരിക്കും. സ്വാഭാവികമായിട്ടും ഇതിലൂടെ തന്നെ ബിസിനസിന്റെ കാര്യക്ഷമത വർദ്ധിക്കും എന്നുള്ളതാണ്. സോ ബിസിനസ് എൻവിറോൺമെന്റിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് എന്തൊക്കെയാണ് ഒന്ന് നോക്കി വെക്കാം. ഫസ്റ്റ് വൺ പറഞ്ഞത് ഇറ്റ് എനേബിൾ ദ ഫേം ഐഡന്റിഫൈ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഗെറ്റ് ദ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ്. ഈ അവസരങ്ങളിൽ നിന്ന് ആദ്യം മുതലെടുക്കാൻ നമ്മളെ സഹായിക്കുന്നു എന്നാണ് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് ഇറ്റ് ഹെൽപ്സ് ദ ഫേം ടു ഐഡന്റിഫൈ ത്രെഡ്സ് ആൻഡ് ഏർലി വാർണിംഗ് സിഗ്നൽസ്. അതായത് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ഭീഷണികളെ കുറിച്ച് നമുക്ക് മുൻകൂട്ടി അറിവ് നൽകുന്നു എന്നാണ് പറഞ്ഞത്. ഇറ്റ് ഹെൽപ്സ് ഇൻ ടാപ്പിംഗ് യൂസ്ഫുൾ റിസോഴ്സ്. നമുക്ക് അവൈലബിൾ ആയ റിസോഴ്സിനെ വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നു. നെക്സ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ കോപ്പിയിങ് വിത്ത് റാപ്പിഡ് ചേഞ്ചസ്. അതായത് മാർക്കറ്റിൽ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധിക്കുന്നു. ഇറ്റ് അസിസ്റ്റ് ഇൻ പ്ലാനിങ് ആൻഡ് ഹെൽപ്സ് ഇൻ പോളിസി ഫോർമുലേഷൻ. അതായത് പ്ലാനുകൾ എടുക്കുന്നതിനും അതേപോലെ തന്നെ നയങ്ങൾ രൂപീകരിക്കുന്നതിനും നമ്മളെ സഹായിക്കുന്നു. ആൻഡ് ഇറ്റ് ഇംപ്രൂവ് പെർഫോമൻസ്, അല്ലെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് പെർഫോമൻസ്, നമ്മുടെ പെർഫോമൻസ് കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ഇത്രയാണ് ഇതിന്റെ പ്രാധാന്യം പറയുന്നത്. ഇനി ഈ ചാപ്റ്ററിൽ എപ്പോഴും ചോദിച്ച് കാണുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവിറോൺമെന്റ്. ഒരു ബിസിനസിന്റെ എൻവിറോൺമെന്റ് നമ്മൾ വിവിധ ഭാഗങ്ങളാക്കി തിരിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ബിസിനസ് എൻവിറോൺമെന്റ് എന്നുള്ളത് കൃത്യമായിട്ട് പറയുകയാണ് ഈ ഭാഗത്ത്. അപ്പോൾ പ്രധാനമായിട്ടും 5 ബിസിനസ് എൻവിറോൺമെന്റുകളാണ് ഉള്ളത്. നമുക്കത് ഏതൊക്കെയാണ് എന്നുള്ളതും നോക്കി വെക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് എക്കണോമിക് എൻവിറോൺമെന്റ് എന്നുള്ള. എക്കണോമിക് എൻവിറോൺമെന്റ് അല്ലെങ്കിൽ സാമ്പത്തിക പരിസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനം നിലനിൽക്കുന്ന രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ, അവിടുത്തെ സാമ്പത്തിക ഘടന, അതേപോലെ തന്നെ നാണ്യപ്പെരുപ്പ നിരക്ക്, അതേപോലെ GDP, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് എക്കണോമിക് എൻവിറോൺമെന്റ് അല്ലെങ്കിൽ സാമ്പത്തിക ഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ, അതേപോലെ തന്നെ അതിന്റെ ക്യാപിറ്റൽ ഡിവിഷൻ, ലൈക്ക്
സാമ്പത്തിക ഘടന എങ്ങനെയാണ് എന്നുള്ളത്, ഇതൊക്കെയാണ് എക്കണോമിക് എൻവിറോൺമെന്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ സോഷ്യൽ എൻവിറോൺമെന്റ്. ഒരു ബിസിനസ് സ്ഥാപനം നിൽക്കുന്ന രാജ്യത്ത് അല്ലെങ്കിൽ ആ നിൽക്കുന്ന സ്ഥലത്തുള്ള കൾച്ചർ, അവിടുത്തെ സംസ്കാരം, അതേപോലെ തന്നെ അവിടുത്തെ മതവിശ്വാസങ്ങൾ, അതേപോലെ തന്നെ അവിടുത്തെ ആചാരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചേരുന്നതാണ് സാമൂഹിക ഘടന എന്നുള്ളത് ഉദ്ദേശിക്കുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ബിസിനസ് നിൽക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിശ്വാസങ്ങളുണ്ട്, അവിടെ ഒരുപാട് മതങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരളമാണെങ്കിൽ തന്നെ ഇവിടെ വ്യത്യസ്ത മതങ്ങളുണ്ട്, അപ്പോൾ അവരുടേതായ വിശ്വാസങ്ങളുണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു സംസ്കാരം, കൾച്ചർ, ഈ പറയുന്നതൊക്കെ നമ്മുടെ ബിസിനസിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. സോ അതെല്ലാം ചേർന്നതാണ് സാമൂഹിക പരിസ്ഥിതി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ടെക്നോളജിക്കൽ എൻവിറോൺമെന്റ്, അതല്ലെങ്കിൽ സാങ്കേതിക പരിസ്ഥിതി. ടെക്നോളജിക്കൽ എൻവിറോൺമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന നൂതനമായ ടെക്നോളജികൾ, വരാൻ പോകുന്ന മാറ്റങ്ങൾ, പുതിയ ഇന്നോവേഷൻസ്, ഇതെല്ലാം ചേർന്നതാണ് ടെക്നോളജിക്കൽ എൻവിറോൺമെന്റ്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ഇപ്പോൾ TV മാനുഫാക്ചർ ചെയ്യുന്നതിൽ തന്നെ ആദ്യം നമ്മൾ കണ്ടിരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് TVകളായിരുന്നു. പിന്നെ ഒരു പർട്ടിക്കുലർ സ്റ്റേജിലേക്ക് എത്തിയപ്പോഴത്തേക്കും നമ്മുടെ കളർ TVകൾ, കുറച്ചുകൂടെ വലിപ്പമുള്ള കളർ TVകൾ വന്നു. പുതിയ ടെക്നോളജിയിലേക്ക് വന്നപ്പോൾ LED LCD മോണിറ്ററുള്ള TVകൾ വന്നു. ഇപ്പോൾ വെറും ഒരു ഗ്ലാസ് പോലെയുള്ള TVകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ടെക്നോളജിയിൽ ഉണ്ടാക്കുന്ന ഇമ്പ്രൂവ്മെന്റ് ആണ്. അപ്പോൾ പുതിയൊരു ടെക്നോളജി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പഴയ ടെക്നോളജിയുള്ള പ്രൊഡക്റ്റിനെ ഔട്ട് ചെയ്യും. അപ്പോൾ അതാണ് ടെക്നോളജിക്കൽ എൻവിറോൺമെന്റ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ സാങ്കേതിക പരിസ്ഥിതി എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള ഒരു ബിസിനസിനെ ബാധിക്കുന്ന നൂതനമായ ടെക്നോളജികൾ, ഇന്നോവേഷൻസ് ഒക്കെയാണ്, കണ്ടുപിടുത്തങ്ങളൊക്കെയാണ് ടെക്നോളജിക്കൽ എൻവിറോൺമെന്റ്. ക്ലിയർ ആണല്ലോ. പൊളിറ്റിക്കൽ എൻവിറോൺമെന്റ്. ഒരു ബിസിനസ് നടക്കുന്ന രാജ്യത്തിന്റെ ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെ ഭരിക്കുന്ന പാർട്ടികൾ, അതേപോലെ തന്നെ അവിടെ ഗവൺമെന്റിന് മാറി വരുന്ന കാലഘട്ടങ്ങൾ, ഗവൺമെന്റിന് ബിസിനസിനോടുള്ള നയം തുടങ്ങിയതൊക്കെ ചേരുന്നതാണ് അതിന്റെ പൊളിറ്റിക്കൽ എൻവിറോൺമെന്റ് ഉദ്ദേശിക്കുന്നത്. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ കേരളം പോലുള്ള സംസ്ഥാനത്താണെങ്കിൽ ഓരോ 5 വർഷം കൂടുമ്പോഴും പൊളിറ്റിക്കൽ പാർട്ടികൾ മാറി വരും. അതായത് പൊളിറ്റിക്കൽ പാർട്ടികൾ മാറി വരും. അപ്പോൾ ഈ മാറി വരുന്ന, ഇപ്പോൾ LDF ആണെങ്കിലും UDF ആണെങ്കിലും ഏത് പാർട്ടി ഭരിക്കുകയാണെങ്കിൽ കൂടെ അവരുടെയൊക്കെ നയങ്ങൾ വ്യത്യാസമുണ്ട്. കോർപ്പറേറ്റുകളുടെ, ബിസിനസ് സ്ഥാപനങ്ങളോടുള്ള നയങ്ങൾ വ്യത്യാസമുണ്ട്. സ്വാഭാവികമായിട്ടും ഓരോ പാർട്ടി വരുമ്പോഴും ആ പാർട്ടികൾ എന്ത് ചെയ്യാറുണ്ട്? ബിസിനസ് സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ UDF ഗവൺമെന്റ് വന്ന സമയത്ത് ഇവിടുത്തെ ബാറുകൾ അടച്ചു കൂട്ടുക എന്നുള്ളൊരു നയം കൊണ്ടുവന്നിരുന്നു. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ബിസിനസ്സുകൾ അത് ബാധിക്കുന്നുണ്ട്. മറ്റൊരു ഗവൺമെന്റ് വരുമ്പോൾ അതിനെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാ പറഞ്ഞത്, പല ഗവൺമെന്റുകൾ മാറി വരുമ്പോൾ, അപ്പോൾ അതേപോലെ തന്നെ ഇന്റർനാഷണലി നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു രാജ്യത്തിന്റെ ഇലക്ഷൻ നടന്ന് ഭരണം മാറുന്ന സമയത്ത് അത് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ BJP ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ഇവിടെയൊക്കെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. കാരണം അതൊരു സ്ഥിരമായ ഗവൺമെന്റ് ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ സൂചകമാണ്. അപ്പോൾ അവരുടെ നയങ്ങൾ, ബിസിനസിനോടുള്ള രീതികൾ, ബിസിനസിന്റെ നയങ്ങൾ കൃത്യമായിരിക്കും. അതേസമയം വീണ്ടും ഒരു ഗവൺമെന്റിന് മാറ്റം വരുമ്പോൾ ചില ബിസിനസ്സുകളിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് കൂടുകയും ചില ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ്മെന്റ് വലിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ ഗവൺമെന്റുകൾ ബിസിനസിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ പൊളിറ്റിക്കൽ എൻവിറോൺമെന്റ് അല്ലെങ്കിൽ രാഷ്ട്രീയ പരിസ്ഥിതി എന്ന് ഉദ്ദേശിക്കുന്നത് ആ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് അവർക്ക് ബിസിനസ്സിനോടുള്ള കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ബിസിനസ്സിനോടുള്ള മനോഭാവം, അവരുടെ നയങ്ങൾ, ഇതെല്ലാം ചേർന്നാണ് രാഷ്ട്രീയ പരിസ്ഥിതി. ആൻഡ് ഫൈനലി ലാസ്റ്റ് വൺ ലീഗൽ എൻവിറോൺമെന്റ്, നിയമപരമായ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിന് ആ ബിസിനസ് നിലനിൽക്കുന്ന രാജ്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമങ്ങളുണ്ടാവും. അപ്പോൾ നമ്മളൊരു വ്യക്തിക്ക് പാലിക്കേണ്ട നിയമങ്ങളെ പോലെ തന്നെ ബിസിനസ്സും പാലിക്കേണ്ട ഒരുപാട് നിയമങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള നിയമങ്ങളെല്ലാം ചേർന്നതാണ് നിയമപരിസ്ഥിതി, അതല്ലെങ്കിൽ ലീഗൽ എൻവിറോൺമെന്റ് എന്ന് പറഞ്ഞാൽ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 ബിസിനസ് എൻവിറോൺമെന്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ എക്കണോമിക് എൻവിറോൺമെന്റ്, സെക്കൻഡ് വൺ സോഷ്യൽ എൻവിറോൺമെന്റ്, ടെക്നോളജിക്കൽ എൻവിറോൺമെന്റ്, പൊളിറ്റിക്കൽ എൻവിറോൺമെന്റ് ആൻഡ് ഫൈനലി ലീഗൽ എൻവിറോൺമെന്റ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാപ്റ്ററിലെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.